ബി.ജെ.പി. കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത് നേമത്താണ്. അവിടെ സഹതാപം കൊണ്ട് വിജയിച്ചു എന്ന് പലരും പറഞ്ഞു. പിന്നീട് തൃശ്ശൂരിൽ വിജയിച്ചു. അവിടെ സിനിമാ താരമായ സുരേഷ് ഗോപി മത്സരിച്ചത് കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും വിജയിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു. ഇന്ത്യ മുഴുവൻ ചർച്ചയാകുന്നു. പക്ഷെ ഇന്ത്യ മുഴുവൻ ചർച്ചയായിട്ടും കഴിഞ്ഞ ബഡ്ജറ്റിൽ ₹1 പോലും തിരുവനന്തപുരത്തിന് ലഭിച്ചിട്ടില്ലല്ലോ. വികസന പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ മുന്നേറാൻ ഇനിയുമുണ്ട്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് വരാനുള്ള ആവശ്യകത ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ബി.ജെ.പിയെ വിജയിപ്പിച്ചിട്ട് പോലും എന്തുകൊണ്ട് ബഡ്ജറ്റിൽ ₹1 പോലും വകയിരുത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല? നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് നോക്കുകയാണ് എങ്കിൽ കേരളത്തിൽ നിരാശാജനകം തിരുവനന്തപുരത്ത് അവഹേളിച്ചു എന്നൊക്കെയാണ് പ്രതിപക്ഷങ്ങളും ചില നിരീക്ഷകരും പ്രതിപാദിക്കുന്നത്. പക്ഷേ യാതൊരു അവഗണനയും തിരുവനന്തപുരത്തിനോ കേരളത്തിനോ ഈ 9ാമത്തെ ബഡ്ജറ്റിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ 3ാം ഗവൺമെൻറ്റിൽ നിർമ്മലാ മാം അവതരിപ്പിച്ചതിൽ ഒരു ഇതും പക്ഷപാതവും കാണിച്ചിട്ടില്ല. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റാണ്, തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റല്ല. ഇവിടെ തിരുവനന്തപുരം നഗരസഭയുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ബഡ്ജറ്റിൽ നമുക്ക് ആണ് എങ്കിൽ വിമർശിക്കാം. കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അരുണാചലം മുതൽ ഗോകർണം വരെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇത്രയും സംസ്ഥാനത്തും കേന്ദ്ര പ്രദേശത്തും ആഗോളതലത്തിൽ ഭാരതത്തെ 2047 ഉന്നതിയിലെത്തിക്കത്തി ആത്മനിർഭർ ഭാരതായി വളർത്തുവാൻ ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ഒരു ബഡ്ജറ്റ് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി പ്രയാസമാണ്. അപ്പം മറ്റു നഗരങ്ങളില്ലേ, ചെന്നൈയിലെ അല്ല, ആ പ്രയാസങ്ങളെ നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ. രാഷ്ട്രീയത്തിനുണ്ട്. ഇത് തികച്ചും പ്രത്യാരോപണങ്ങൾ, ആരോപണങ്ങളുമാണ്. അല്ല, അതിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, സംഘടനാ സംവിധാനം കൊണ്ടും ജനങ്ങളുടെ കൃത്യമായ തീരുമാനമുള്ളതും കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി തന്നെ എത്തി ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കോർപ്പറേഷനിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ല, അത് ഇവിടെ ഈ നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിൽ 3 തവണ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആണ് എക്സിൽ ആണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു തലസ്ഥാനത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന് മാത്രം പ്രഖ്യാപിക്കുവാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആരാധ്യനായ, ലോകത്തിലെ ജനപിന്തുണ വർദ്ധിച്ചു വരുന്ന നേതാവ് തിരുവനന്തപുരത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് നഗരങ്ങൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഇവിടെ നടക്കുന്ന വികസനങ്ങൾ ഈ വിമർശകരോ ഈ രാഷ്ട്രീയ പ്രത്യാരോപണം ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകളോ ഒരു പുനർചിന്തനം നടത്തണം. ഇപ്പൊ തിരുവനന്തപുരത്ത് നടത്തുന്ന വികസനം, ഈ ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ള വലിയ വലിയ പദ്ധതികളാണ് ഗുജറാത്തുമായി ബന്ധപ്പെട്ട്, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു തോന്നൽ അവർക്കില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 6000 കോടി രൂപയുടെ ജലമിഷൻ പദ്ധതിക്ക് വേണ്ടി കൊടുത്തു. ഇവർ എന്ത് ചെയ്തു? പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് വേണ്ടി പദ്ധതി സംസ്ഥാന സർക്കാരിനും കൊടുത്തു, തിരുവനന്തപുരം നഗരസഭയ്ക്കും മുൻ നഗരസഭയ്ക്കും കൊടുത്തു. എന്താ അവർ ചെയ്തിട്ടുള്ളത്? ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാ ഭവനങ്ങളിലും സൗരോർജ്ജ പദ്ധതി പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് 24,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ പദ്ധതി അടങ്കൽ തുകയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഊർജ്ജ മന്ത്രാലയം മാറ്റിവെച്ചിട്ടുള്ളത്. കുടിക്കുവാനുള്ള വെള്ളവും അത് കാട്ടാക്കട പോലുള്ള ചില മണ്ഡലങ്ങളിൽ IB സതീഷ് പോലുള്ള MLA മാർ ഉപയോഗിച്ചതല്ലാതെ കേന്ദ്ര ജല മിഷൻ പീയൂഷ് ഗോയൽ മന്ത്രാലയത്തിൽ നിന്ന് എത്ര രൂപ കൊടുത്തുന്ന ആഡിറ്റ് ആൻഡ് കൺട്രോൾ ജനറൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൊടുക്കണം. തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൽ മോഡിജി പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ 2030 ഭാരതത്തിലെ ഒരു നഗരത്തിലും വീടില്ലാത്ത പാവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കർമ്മബോധത്തോടുകൂടി 2026 നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുള്ള ഈ 7000 കോടി രൂപയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന
EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിലുള്ള EMS ഭവന പദ്ധതിയാക്കി മാറ്റിയപ്പോൾ എത്ര കോർപ്പറേഷനിൽ വീട് കൊടുത്തിട്ടുണ്ടെന്ന് അവർ കോർപ്പറേഷൻ കൗൺസിൽ പറയട്ടെ. സംസ്ഥാനത്തിൻ്റെ അസംബ്ലിയുടെ ബഹുമാനപ്പെട്ട ആ അസംബ്ലി നിയമസഭയ്ക്കകത്ത് അവർ പ്രഖ്യാപിക്കട്ടെ. അല്ലെങ്കിൽ ഇവിടുത്തെ പാർലമെൻ്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി നാളെ പത്രസമ്മേളനം നടത്തട്ടെ. ഇത്രയായിരം കോടി രൂപ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കേരളത്തിൽ തന്നു. തിരുവനന്തപുരം ജില്ലയുടെ കോർപ്പറേഷൻ മാത്രം ഇത്ര വീടുകൾ നമ്മൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ മുൻ മേയറും മുൻ ഡെപ്യൂട്ടി മേയറും മുൻ സെക്രട്ടറിയും എല്ലാം കൂടി പ്രഖ്യാപിക്കട്ടെ. അതുകൊണ്ട് ഒരു ഇന്ത്യ മഹാരാജ്യത്ത് 9ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ മാം തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് വളരെ ഇതാണ്. ഒരുവിധം അറിവും സാമ്പത്തിക നയം നോക്കുന്ന ആൾക്കാരുടെയും സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകും. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും തുല്യതയായിട്ട് കാണുന്ന ഗവൺമെൻറ് ഇവിടെ ഒരു വികസനവും നടക്കണില്ല എന്ന് ഈ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവർ ആരോപിക്കുന്നത് തുച്ഛമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചല്ലോ ലേഖൻ, വിഴിഞ്ഞത്തിൻ്റെ വികസനം അത് നരേന്ദ്രമോദിയുടെ അല്ലേ? ഈ ഹൈവേ വരുന്ന വികസനം തമിഴ്നാടുമായിട്ട് ടച്ച് പോകുന്നത് ഈ 6 വരിപ്പാത കേന്ദ്ര ഗവൺമെൻറ് PWD പദ്ധതിയല്ലേ? തിരുവനന്തപുരത്തിൻ്റെ സ്പേസ് 5 എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്ന ടെക്നോ പാർക്കിൻ്റെ വികസനം ഡിജിറ്റൽ യുഗമല്ലേ? അടൽ ബിഹാരി വാജ്പേയി ഇരുന്നപ്പോൾ ഡിജിറ്റൽ മന്ത്രി കൈകാര്യം ചെയ്യുന്ന പ്രമോദ് മഹജൻജിയാണ് ആദ്യമായിട്ട് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ആവശ്യത്തിലധികം ഫണ്ട് കൊടുത്ത് നിളയും പമ്പയും കാവേരിയും തുടങ്ങിയ കോംപ്ലക്സുകൾ ചെയ്തുകൊണ്ട് വിദേശ IT കമ്പനികളായ IBSഉം US സോഫ്റ്റ്വെയറും നൊറോട്ടലും തുടങ്ങിയ കമ്പനികൾ ഇവിടെ വന്നത്. അതെന്തുകൊണ്ടായി അവർ നിഷേധിക്കുന്നു? ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് വേണ്ടി നേരത്തെ ആക്ഷേപങ്ങൾ കുറിഞ്ഞ ബസ് പ്രശ്നങ്ങൾ വന്നു. തിരുവനന്തപുരത്തിന് കൊടുത്ത 180 ബസ് ഇവിടുന്ന് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഓടുന്ന ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ബസ് കൊടുത്തതിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തതില്ലേ? അധികാരത്തിൽ കയറിയ ശേഷം എന്ത് കൊടുത്തു എന്നാണ് ചോദിച്ചത്. അധികാരത്തിൽ കയറിയത് ഇനി അവർ പദ്ധതി അടങ്കൽ തുക നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് വരുന്നു, ഓണറബിൾ ഫൈനാൻസ് മിനിസ്റ്റർ മാം, നമ്മുടെ പ്രോജക്റ്റ് ഇതാണ്, ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ്, കേരള ഡെവലപ്മെൻറ്റ്, വിഴിഞ്ഞം ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഈ പ്രോജക്റ്റിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് തുക കേരളത്തിനും തിരുവനന്തപുരത്തിനും തരണമെന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ ആസൂത്രണ ബോർഡിന് കേന്ദ്ര നീതി ആയോഗിന് കൊടുത്തുകൂടാ? ഇവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് എന്തുകൊണ്ട് നിർമ്മലാ മാമിനെ സന്ദർശിച്ച് ഈ പദ്ധതി രേഖ കൊടുത്തുകൂടാ? ഈ വിഴിഞ്ഞത്തിൻ്റെ വികസനം എന്ന് പറയുന്നു സംസ്ഥാന ഗവൺമെൻറ് ചെയ്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അർഹമായ ചെയ്ത മറ്റ് ഗവൺമെൻറ്റിനേക്കാൾ സ്പീഡപ്പിൽ പിണറായി ഗവൺമെൻറ് കൈകാര്യം ചെയ്തു. പക്ഷേ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് തുറമുഖ വകുപ്പിന് ഇത് കൈകാര്യം ചെയ്യേണ്ട സാമ്പത്തിക ശേഷിയുണ്ടോ? കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടിയല്ലയോ ഇവിടെ ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി 7,500 കോടി രൂപ 750 കോടി രൂപ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത സ്ഥലം അക്വസിഷൻ ചെയ്തത്? വിഴിഞ്ഞ ലിങ്ക് റോഡിന് വേണ്ടി സ്ഥലം അക്വസിഷൻ ചെയ്തിട്ട് 3 വർഷമായി, 2023 തുടങ്ങിയതാണ്. അതിൻ്റെ ഇവിടുത്തെ ഇവരുടെ അലൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇട്ട് എന്ന് പറയുന്ന പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് നെയ്യാറ്റിൻകരയും എല്ലാ വില്ലേജുകളിലും തുടങ്ങി എല്ലാ ഉടമകളിൽ നിന്നും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രമാണങ്ങൾ എല്ലാം വാങ്ങിച്ചു വെച്ചു. എത്ര മരണങ്ങൾ അവിടെ നടന്നു? ഇന്നലെയും നടന്നു ഒരു മരണം പുളിമാത്ത്. എത്ര കല്യാണങ്ങൾ മാറ്റിവെച്ചു. എത്ര ആൾക്കാർ 3 വർഷം കൊണ്ട് വീടുകൾക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര ആൾക്കാർ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് സർക്കാർ, 2 സർക്കാരുകളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രത്തെയും കേരളത്തെയും. ഇവർ തമ്മിൽ ജനങ്ങളായിട്ട് പന്താടുന്നു. ഇലക്ഷൻ വന്നപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം, ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലത്തെ ജനങ്ങൾ വോട്ട് ബഹിഷ്കരിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് അവർ ബഹിഷ്കരിക്കണം. കാരണം അവിടുത്തെ MLA-മാർക്ക് ഉത്തരവാദിത്വമില്ലേ? അവിടെ ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് ഉത്തരവാദിത്വമില്ലേ? അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സിന് ഉത്തരവാദിത്വമില്ലേ? ഓഫീസർമാർ ഇന്നസെൻറ്റുകളാണ്, അവരെന്ത് ചെയ്യുവാൻ? ഈ ഗവൺമെൻറ്റിന് കേന്ദ്രത്തിൽ പോയിട്ട് ഇത്രയും പ്രോജക്റ്റുകൾക്ക് വേണ്ടി നമ്മളെ മുഹമ്മദ് റിയാസ്, നമ്മുടെ PWD മിനിസ്റ്ററും മുഖ്യമന്ത്രിയൊക്കെ എത്ര പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് ഒരു പരിഹാരം ഈ പരിസ്ഥിതിയുടെ അനുമതിക്ക് വേണ്ടി
LA പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷന് വേണ്ടി. കേന്ദ്ര നോട്ടിഫിക്കേഷൻ വേണ്ട, സംസ്ഥാന നോട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ട് റോഡിൻ്റെ അക്വസിഷൻ തുടങ്ങിയവർക്ക് കാശ് കൊടുക്കാം. ഇവരെന്തേ പദ്ധതിക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾക്ക് പൈസ സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുന്നു, കൊടുക്കുന്നു. എന്തുകൊണ്ട് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് ഈ വസ്തു പ്രമാണമാച്ചവർക്ക് കൊടുത്തുകൂടാ? ബാക്കിയെല്ലാ വികസനവും ഇവിടെ നടക്കുന്നല്ലോ. അപ്പോൾ തുറമുഖം റെഡിയായിട്ടും കപ്പൽ വന്നിട്ടും ചെറിയ കപ്പലിൽ സാധനം പോയിട്ടും കപ്പൽ കൊണ്ടുപോകേണ്ട കണ്ടെയ്നർ റോഡ്, ലിങ്ക് റോഡ് റെഡിയാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര പാരിസ്ഥിതിക അനുമതി കിട്ടണമെന്ന്. കേന്ദ്ര പാരിസ്ഥിതിക അനുമതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു കേരളത്തിൻ്റെ ഒരു അലൈൻമെൻറ്റ് രൂപരേഖ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല എന്ന്. എന്തിനാണ് ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നു? അവരുടെ ജീവിതത്തെ ഇട്ട് പന്താടുന്നു. ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്തുകൊണ്ട് ഇതിനു വേണ്ടി വാദിക്കുന്നില്ല? ശുദ്ധമായ ഫോഷ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഴിഞ്ഞം ലിങ്ക് റോഡിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ഏരിയയിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്യരുത്. ലിങ്ക് റോഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ശ്രീജിത്ത് ജി. ഇവിടുത്തെ റോഡ് പണി തുടങ്ങാൻ ഏകദേശം 3 വർഷം കാത്തിരിക്കുന്നു. ഈ 3 വർഷം കൊണ്ട് എത്ര അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നഷ്ടമാകുന്നു. നിരവധി കണ്ടെയ്നർ കോർപ്പറേഷനുകൾ, പുഞ്ച് ലോയിഡ്, ഹവലറ്റ് പക്കാട്, അതുപോലെ സിമൻസ്, ലോയിഡ് കണ്ടെയ്നർ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾ ഇവിടെ വരാൻ തയ്യാറാണ്. അവിടുത്തെ അഭ്യസ്തവിദ്യരായ ബിടെക് വിദ്യാർത്ഥികൾക്ക്, എഞ്ചിനീയർ വിദ്യാർത്ഥികൾക്ക്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടും. പക്ഷേ ഒരു റോഡ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ വെള്ളവും റോഡും വൈദ്യുതിയും തുറമുഖത്തിന് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റോഡ് യാഥാർത്ഥ്യമായില്ല എങ്കിൽ ഈ തുറമുഖം വീണ്ടും നിശ്ചലമാകും. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നാലും കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രകടന പത്രികയിലുള്ളത് ഞങ്ങൾ വന്നാൽ വിഴിഞ്ഞം റെഡിയാക്കും, ഞങ്ങൾ വന്നാൽ വിഴിഞ്ഞം റെഡിയാക്കും. തിരുവനന്തപുരം സിറ്റിയെ ബാബിലോണ പോലുള്ള നഗരമാക്കും, സിംഗപ്പൂർ പോലെയാക്കും, ഇവിടെ വലിയ ടൂറിസം പദ്ധതികൾ കൊണ്ടുവരും. ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ടൂറിസം പദ്ധതിയാണ് നിർമ്മല മാം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ടൂറിസം കോറിഡോർ എന്ന് പറയുന്ന സംവിധാനം. അത് മധുര നഗരമായിട്ട് ബന്ധിപ്പിക്കാം, ബാംഗ്ലൂർ നഗരമായിട്ട് ബന്ധിപ്പിക്കാം, മൈസൂറുമായിട്ട് ബന്ധിപ്പിക്കാം, ഹൈദരാബാദുമായിട്ട് ബന്ധിപ്പിക്കാം. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രൂപരേഖ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്രം ടൂറിസം മന്ത്രാലയത്തിന്. കോവളത്തെ വികസിപ്പിക്കാം. നിരവധി പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ടൂറിസത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. യുവാക്കളുടെ 2047 ആകുമ്പം ഭാരതത്തിൻ്റെ യുവശക്തി മുൻനിരയിൽ ലോകരാജ്യത്തിൽ വരണമെന്ന് പറഞ്ഞ് യുവാക്കൾക്ക് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റും അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതികൾ സംരംഭകരാവാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് ബാങ്ക് വായ്പകൾ കൊടുക്കുവാൻ തയ്യാറാകുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി മാത്രമല്ല, ആഗോളതലത്തിൽ IT ബിരുദധാരികൾ കേരളത്തിൽ ഉള്ളതുകൊണ്ട് വിദേശത്ത് പോയിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ കേരളത്തിൽ വരണം, ഭാരതത്തിൽ വരണം, ഇവിടെ അവരുടെ കഴിവ് പ്രദർശിപ്പിച്ച് രാജ്യത്ത് ഡോളർ കുന്നുകൂട്ടണമെന്നുള്ള ഇതുകൊണ്ടാണ് അഭ്യസ്തരവിദ്യരായ യുവതി യുവാക്കൾക്ക് സംരംഭര ആകുവാൻ വേണ്ടി ഈ നിർമ്മല മാം ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ത് സഹായമാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്? ടൂറിസം മേഖല, യുവജനങ്ങളുടെ ജോലിക്ക് വേണ്ടി, പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ളവർക്ക് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലുകൾക്ക് വേണ്ടി. ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന ഒരു നഗരത്തിൽ വരുന്ന മറ്റ് ജില്ലയിൽ നിന്നോ സംസ്ഥാനത്ത് നിന്നോ പാർക്കുവാനൊരു സ്ഥലമില്ല സ്ത്രീജനങ്ങൾക്ക്. തേരാപാരാ പോണം. ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അന്തഛിദ്രങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നാരീ ശക്തികൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റുകൾ വഴിയും ആത്മനിർഭർ ഭാരത് വഴിയും മേക്ക് ഇൻ ഇന്ത്യ വഴിയും സാമ്പത്തിക സഹായവും ലോണും 1 വർഷം അവരുടെ സ്ഥാപനം തുടങ്ങാം. നഷ്ടത്തിലാണെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റ് ബാങ്ക് മാനേജർക്ക് കൊടുക്കാം. ആകുന്നത്ര നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. വീണ്ടും കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള ബാങ്കുകൾക്കും
ഇത്തരം സംരംഭകരെ സഹായിക്കണമെന്ന് നിർമ്മല മാം ബഡ്ജറ്റിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താണ് തിരുവനന്തപുരത്തിന് കൊടുക്കേണ്ടത്? തിരുവനന്തപുരത്തിൻ്റെ സ്മാർട്ട് റോഡുകളുടെ പദ്ധതികൾക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 250 കോടി രൂപയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്മാർട്ട് റോഡുകളാക്കുവാൻ വേണ്ടി. പാർട്ടി സ്മാർട്ടായി, പാർട്ടിയുടെ ആൾക്കാർ സ്മാർട്ടായി, പാർട്ടിയുടെ മേയർമാരും ഡെപ്യൂട്ടി മേയർ സ്മാർട്ടായി, പക്ഷേ സിറ്റി സ്മാർട്ടായിട്ടില്ല. വഴുതക്കാട് വഴി പോകുന്ന റോഡ് ആസൂത്രണം അമ്പേ പരാജയമാണ്. വഴുതക്കാട് വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്മമാർക്ക് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കോർപ്പറേഷൻ, എന്ത് അഴിമതിയാണ് അതിൽ. പേരുക്കടയിൽ ഒരു കുളം നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം 20 കോടിയിൽ പരം രൂപ കഴിഞ്ഞ കൗൺസിലിൽ അഴിമതി നടത്തിയിരിക്കുന്നു. അവിടെ കുളവാഴ പോലും മാറ്റിയിട്ടില്ല, ബണ്ടുകൾ പോലും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്തിൻ്റെ ശുദ്ധജല പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ അമ്പേ പാഴാക്കി കളഞ്ഞു. അപ്പം ഇത്തരത്തിൽ കൊടുത്ത ഫണ്ടുകളെ അർഹമായി വിനിയോഗിക്കാതെ, കൊടുത്ത പദ്ധതി ഇപ്പോൾ ബഡ്ജറ്റിന് വേണ്ടി പുതിയ ന്യൂ പദ്ധതികൾ കൊടുക്കുവാൻ സഹായിക്കാത്ത സർക്കാർ, ഇത് തിരുവനന്തപുരത്തിനൊന്നും കിട്ടിയില്ല. തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു തിരുവനന്തപുരത്ത് അമ്പെ അവഗണിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തിന് അടിസ്ഥാനപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിനും വേരോട്ടം ഉള്ള ഒരു മണ്ണാണ്. അത് ഇവിടെ പദ്ധതികൾ കൊടുക്കാതെ ആണല്ലോ നേമത്ത് ഒ രാജഗോപാൽ താമര വിരിയിപ്പിച്ചത്. പദ്ധതികൾ കൊടുക്കാതെയാണല്ലോ തിരുവനന്തപുരം കൗൺസിലിൽ BJPയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയത്. പദ്ധതികൾ പ്രഖ്യാപിക്കാതെയാണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 5 അസംബ്ലി മണ്ഡലത്തിൽ BJP ഒന്നാമതായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ജനം മനസ്സിലായി. ഇപ്പോൾ KC വേണുഗോപാൽ എന്തോ മല എലിയെ പ്രസവിക്കുന്ന പോലെയെന്ന് ആക്ഷേപരൂപത്തിൽ പറയുന്നു. അദ്ദേഹം നീണ്ടകാലം ആലപ്പുഴയുടെ MP ആയിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ രണ്ടാമനാണ്. ആലപ്പുഴ കടലോരം വഴി വരുന്ന ഹൈവേ ആരാ? 84 ശ്രീമാൻ രാജീവ് ഗാന്ധി അവർ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി തറക്കല്ലിട്ടതിൻ്റെ പണി പൂർത്തിയാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ്. അതിന് ഫണ്ട് കൊടുത്തത് നിർമ്മല മേമ, അതിൻ്റെ പണി വേഗത്തിലാക്കിയത് നിതിൻ ഗഡ്കരിയാണ്. 74 ശ്രീമതി ഇന്ദിരാഗാന്ധി കല്ലിട്ടതാണ് കൊല്ലം ബൈപ്പാസിന്. ആ ബൈപ്പാസ് ചെയ്തതാരാ? കേന്ദ്ര ഗവൺമെൻറ്. 8 മന്ത്രിമാർ UPA ഗവൺമെൻറ്റിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അതിൽ 4 മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. വയലാർ രവി, AK ആന്റണി, E അഹമ്മദ് തുടങ്ങിയവർ. ഈ KC വേണുഗോപാൽ സഹമന്ത്രിയായിരുന്നു. ഇവിടുത്തെ ശശി തരൂർ MP മന്ത്രിയായിരുന്നു. ഇന്ന് തോരാതെ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ET മുഹമ്മദ് ബഷീറിന്റെ പാർട്ടിയിൽ E അഹമ്മദിന് സ്വതന്ത്ര ചുമതലയുള്ള വിദേശകാര്യമന്ത്രിയായിരുന്നു, ടൂറിസം ഉൾപ്പെടെയുള്ള. എന്ത് വികസനമാ ഈ 8 മന്ത്രി പൊങ്കവന്മാർ കേരളത്തിൽ കൊണ്ടുവന്നത്? രാജ്യസഭയിൽ 9 MP-മാരുണ്ടായിരുന്നു. എന്താണ് കേരളത്തിന് വേണ്ടി മല എലിയപ്പറ്റത്? പാർലമെന്റിൽ 20 MP-മാരുണ്ടായിരുന്നു. ഇന്ന് തോരാതെ ഈടനും മറ്റുള്ള MP-മാരും ഉണ്ണിത്താനും ശ്രീകണ്ഠനും എല്ലാം പ്രസംഗിക്കുന്നല്ലോ. ഈ പാലക്കാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ശ്രീകണ്ഠൻ ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ നഗരസഭയും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ കൗൺസിലർമാരും BJP ചെയ്യുന്നതല്ലാതെ. അപ്പം ഇത്തരത്തിൽ ശുഷ്കമായ ഹോഷുകൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തട്ടിവിട്ടുകൊണ്ട് ജിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് വോട്ട് കരസ്ഥമാക്കാമെന്നുള്ള തന്ത്രം അസ്തമിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ്റും നിർമ്മല സീതാരാമനും നിതിൻ ഗഡ്കരിയും എന്തൊക്കെ കേരളത്തിനും തിരുവനന്തപുരത്തിനും വിഴിഞ്ഞത്തിനും ലിങ്ക് റോഡിനും ചെയ്യുന്നു എന്ന് ജനങ്ങൾക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭരണം വരുന്നത്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ സ്വർണങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് അവർ ഒന്നാകുകയും BJPയെ ബഡ്ജറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താമെന്നുണ്ടെങ്കിൽ അത് അവരുടെ അതിമോഹമാണ്. ഈ കേരള മണ്ണിലും തിരുവനന്തപുരത്തും നടക്കുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.